അനക്കിനോട് കൂടുതൽ പറയാനൊന്നുമില്ല കാശേ. ഞാൻ നിന്നെ പോലെ വലിയ ബിസിനസ്സുകാരനൊന്നല്ല. ഞാനൊരു സാധാരണ നാടൻ പണിയെടുത്ത് ജീവിക്കുന്ന ഒരുത്തനാ. എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നിന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ വീടും കൂടി പണയം വെക്കണം എന്ന് വിചാരിച്ചാലേ അത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടാ അതങ്ങനെയല്ല, ബിസിനസ് മൊത്തം ഉണ്ടാവണ കുറച്ച് എമൗണ്ട് കൂടി ഇൻവെസ്റ്റ് ചെയ്താലേ എനക്കൊന്ന് ബിസിനസ് അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നീ അപ്പ് ചെയ്തോളം മതി. എത്ര പൈസ കൊണ്ടേ കളഞ്ഞടാ നീ ഇപ്പോ. ഉള്ള കഞ്ഞിയും കുറിച്ച് ജീവിച്ച അത്രയും സമാധാനം വിചാരിച്ചാൽ മതി. എന്തായാലും വീട് വീട്ടിലെ കളിക്ക് അന്നെ നീ നോക്കണ്ട. ഉണ്ടാക്കിയെടുത്തോളം മതി. ഞാൻ പറയാനുള്ള പറഞ്ഞു, ഇതിലപ്പുറം നമുക്ക് പറയാനില്ല. ഏട്ടൻ പറയുന്നത് നീ നോക്കണ്ട മോനെ. ഞാൻ അവനോട് പറഞ്ഞിട്ട് സമ്മതിപ്പിച്ചോളൂ. അങ്ങനെയല്ലമ്മേ, ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. വിചാരിച്ചൊരു ഏണിങ്സ് ഒന്നും നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ലല്ലോ. എത്ര പൈസ ആടി ഇടി അടക്കാനും കൊടുക്കാനും ഉള്ളേ. അതുകൊണ്ട് തൽക്കാലം ഇതൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങിയാലും ഞാനിങ്ങനെ ആലോചിക്കാം. നീ എന്നാ പറയുന്നു? നിന്റെ അച്ഛനും അച്ചാച്ചനും കൂടി തുടങ്ങിയ ബിസിനസ്സായി ഇത്. മോനെ, നമ്മളെ കുടുംബത്തിന് ഒരു പേരും പാരമ്പര്യമെല്ലാം ഉണ്ട്. അത് നീ ആയിട്ട് കളഞ്ഞു കൊടുക്കുക. അത്രയും എനക്ക് പറയണം. എനക്കിതെല്ലാം അറിയാനിട്ടല്ലല്ലോ അമ്മേ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഞാനെന്താ ചെയ്യണ്ടേ? ചേട്ടാ, നിങ്ങൾ നാളെ പോലെ ഉഷാലാണ്ട് ഇതിന്. ഞാൻ പിന്നെ വേറെ നാടെ വേണ്ടേ? എന്നോട് പലരും പറഞ്ഞിന് ഈ നാട് ബിസിനസ് ഫ്രണ്ട്ലി അല്ലാന്ന്. എന്നിട്ടും സ്വന്തം നാട്ടിൽ ബിസിനസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് നിങ്ങളെ പോലുള്ളവരെ വിചാരിച്ചിട്ടാ. നിർത്തി. ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ഞാൻ നിർത്തുന്നത്. നിങ്ങളെന്നാ ഈ പറയുന്നത്? നിർത്താനാ? അപ്പൊ നമ്മളെന്താ ചെയ്യാ? അങ്ങനെയൊന്നും നിർത്താൻ എന്റെ മരണം വരെ ഞാൻ വിടൂല. എന്റെ മക്കൾക്ക് എന്നാ വേണ്ടേ? എമ്മല്ല കുമ്മാന്ന്. ഇന്നലെ എക്സസൈസ് നടക്കുന്ന കിട്ടിയ എന്റെ പേര് എന്നും പോയിട്ടില്ല. മിണ്ടാണ്ട് പോയിക്കോളാം ഇനി വിളിച്ചിട്ട്. ആണെന്ന് വേണ്ട, ഒരു ഹാഫ് ഫണ്ടിങ് എടുത്തു. ഹാഫിലിടാ മോനെ, 2 ക്വാർട്ടർ എടുക്കട്ടെ. ക്വാർട്ടർ 2 എടുത്തു. അതെല്ലാം അടിച്ചിട്ടുണ്ടാവും.